വെൽക്കം ടു മൈ ചാനൽ ഡി സി വിനീത്. ഹായ് ഗൈസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൂട്ടാ പഹിയ എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ആ ഒരു ചാപ്റ്ററിൻ്റെ ലേഖകൻ ധർമ്മവീർ ഭാരതിയാണ്. അതുപോലെ തന്നെ അതൊരു കവിതയാണ്, നമുക്കറിയാം. ആ ഒരു കവിതയിൽ 2 സെക്ഷനായിട്ടാണ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ഇതിഹാസ് കെ ബാരേമേ കഹത്താ ഹെ, നമ്മളെ ചരിത്രത്തിലെ കാര്യങ്ങൾ പറയുന്നുണ്ട്. രണ്ടാമത്തത് ആജ് കി സമാജ് കി ബാരേമേ കഹത്തെ ഹെ, ഇന്നത്തെ സമൂഹത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും തമ്മിലൊന്ന് കണക്ട് ചെയ്യുന്ന ഒരു കവിതയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ടൂട്ടാ പഹിയ എന്നുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. മേ രഥ്ക ടൂട്ടാ പഹിയാഹു മുജെ ഫേങ്കോ മത്. അപ്പോൾ ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നെ എന്ത് ചെയ്യരുത്, വലിച്ചെറിയരുത് എന്നതാണ് പറയുന്നത്. അപ്പോൾ ആ ലൈൻസ് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു എത്ര ചെറിയ വസ്തുവാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നതാണ് പറയുന്നത്. ആ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, അതിനെ വലിച്ചെറിയരുതെന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപയോഗം ഉണ്ടാകും എന്നതാണ് കവി അവിടെ അർത്ഥമാക്കുന്നത്. അടുത്ത ലൈൻസിൽ പറയുന്നത് ക്യാ ജാനെ ഈസ് ദുരൂഹ് ചക്രവ്യൂഹമേ, ഈ ദുരൂഹമായിട്ടുള്ള ചക്രവ്യൂഹത്തിൽ അക്ഷൗഹിണി സേനാവുംക്കോ ചുനൗത്തി ദേത്താ ഹുവ, അക്ഷൗഹിണി സേനകൾക്ക് ചുനൗത്തി വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് കോയി ദുസ്സാഹസ്യ അഭിമന്യു ആക്കർ, ഏതെങ്കിലും ഒരു ഇരട്ട സാഹസികനായിട്ടുള്ള അഭിമന്യു വന്നിട്ട് അഭിമന്യു ആക്കർ ഗിർജായെ, ഏതെങ്കിലും ഒരു ഇരട്ട സാഹസികനായിട്ടുള്ള അഭിമന്യു വരില്ലെന്ന് എങ്ങനെ അറിയാം എന്നതാണ് പറയുന്നത്. ഓക്കെ, അത് ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള മഹാഭാരതം എന്നുള്ള ആ ഒരു സ്റ്റോറിയിലെ ആ ഒരു കഥയിൽ പറയുന്ന കുറേ കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്ത ലൈൻസിൽ പറയുന്നത് ബഡേ ബഡേ മഹാരഥി അഖേലി നിഹത്തി ആവാസ്കോ, അതായത് ഒറ്റയ്ക്കുള്ള നിരായുധരായിട്ടുള്ള ജനങ്ങളെ അപ്പനി ബ്രഹ്മാസ്ത്രം സേ കുജൽ ദേന ചാഹെ, തൻ്റെ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് കുജൽ ദേന ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് പറയുന്നത്. തബ് മേം രഥ്ക ടൂട്ടാ പഹിയാഹും, അപ്പോൾ ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്. ഉസ്കെ ഹാത്തോമേ ബ്രഹ്മാസ്ത്രം സേ ലോഹാലെ സക്താഹും, അവരുടെ കൈകളിൽ നിന്നുകൊണ്ട്, അതായത് സാധാരണ ജനങ്ങളുടെ അഖേലി നിഹത്തി ആവാസ് എന്ന് പറയുന്ന സാധാരണ ജനങ്ങളുടെ കൈകളിൽ നിന്നുകൊണ്ട് തന്നെ ബ്രഹ്മാസ്ത്രം സേ ലോഹാലെ സക്താഹും, ബ്രഹ്മാസ്ത്രങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് നേരിടാൻ സാധിക്കും എന്നതാണ് അതിൽ ആ ഒരു വരികളിൽ പറഞ്ഞു തരുന്നത്. പിന്നീടുള്ള വരികളിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിഹാസവും കി സാമൂഹിക ഗതി പർ സഹസ ജോഡി പഠിജാനെ പർ, ചരിത്രത്തിലേതുപോലെ നമ്മളെ സൊസൈറ്റിയിൽ ഇതേപോലെ എന്തെങ്കിലും തെറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ, കള്ളത്തരം സത്യത്തിന് മുകളിലേക്ക് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ സത്യം സച്ചായി ടൂട്ടേ ഹുയെ പഹിയോം കോ ആശ്രയിലെ, പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കില്ലെന്ന് എങ്ങനെ അറിയാം എന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൂട്ടാ പഹിയ പൊട്ടിയ ചക്രം എന്നുള്ള ആ ഒരു ചാപ്റ്റർ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മളെ പുരാതന കാലത്ത് അഭിമന്യു ആ ഒരു അക്ഷൗഹിണി സേനകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പൊട്ടിയ ചക്രം കൊണ്ട് എന്ത് ചെയ്തു, അവർ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൈകളിൽ കിട്ടിയത് ആ ഒരു പൊട്ടിയ ചക്രം മാത്രമായിരുന്നു എന്നതാണ് പറയുന്നത്. ഓക്കെ, അതേസമയം നമ്മളെ സമൂഹത്തിൽ ഒരുപാട് തെറ്റുകൾ കടന്നു വരികയാണെങ്കിൽ സത്യം ഇതേപോലുള്ള പൊട്ടിയ ചക്രങ്ങളെ ആശ്രയിക്കും എന്നതാണ് ലേഖകനായിട്ടുള്ള ധർമ്മവീർ ഭാരതി നമ്മുടെ അടുത്ത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത്രയാണ് ആ ഒരു പോയത്തിൽ പറയുന്നത്. ഇനി ഇതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ് പാഠഭാഗ അംശ പഠിക്കർ ഇസ്ക ആശയ ലിഖിയെ, ഈ പാഠഭാഗത്തിൻ്റെ ഒരു അംശം പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഭാഗം പഠിച്ചിട്ട് വായിച്ചതിന് ശേഷം ഇസ്ക ആശയ ലിഖിയെ, ഇതിൻ്റെ ആശയം എഴുതാനാണ് ചോദിക്കുക. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, ഒരു പോയം കംപ്ലീറ്റ് കൊടുത്തിട്ട് ആ പോയത്തിൻ്റെ ആശയം എഴുതാൻ ചോദിക്കില്ല. ഓക്കെ, പോയത്തിൻ്റെ ഏതെങ്കിലും സെക്ഷൻ കൊടുത്തുകൊണ്ടായിരിക്കും അതിൻ്റെ ആശയം എഴുതാൻ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കുക എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയുകയാണെങ്കിൽ കവി ഓർ കവിതാക്കോ പരിചയ ദേത്തെ ഹുയെ, കവി ഓർ കവിതാക്കോ പരിചയ ദേത്തെ ഹുയെ നീച്ചെ ദിയെ അംശക ആശയ ലിഖിയെ, താഴെ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ആശയം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കവിയെയും കവിതേനെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഭാഗത്തിൻ്റെ ആശയം എഴുതുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക ഒരു ആശയം എഴുതുന്ന സമയത്ത് എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ആശയം എടുക്കുന്ന സമയം നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത് ആ ഒരു ചാപ്റ്ററിൻ്റെ പേരാണ്. ഓക്കെ, ഈ ഒരു ഭാഗം കൊടുത്തിരിക്കുന്ന ഭാഗം ഇന്ന പാഠഭാഗത്തിൻ്റെയാണ്. ഓക്കെ, അത് കഴിഞ്ഞു. രണ്ടാമത്തെ പോയിൻ്റായിട്ട് എഴുതേണ്ടത് അതിൻ്റെ ലേഖകനെ പറ്റിയിട്ടാണ്.
ഓക്കെ, ആ ലേഖകൻ ആരാണെന്ന് എഴുതണം. മൂന്നാമത് ലേഖകനെ പറ്റിയിട്ട് 2-3 പോയിൻറ്റ്സ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അതല്ലെങ്കിൽ എന്തെങ്കിലും കവിതകൾ വേറെ എഴുതിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കഹാനിയോ ഉപന്യാസമോ ഇതെന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ഉപന്യാസത്തിൻ്റെ പേരെന്തെങ്കിലുമൊക്കെ ഒന്ന് അഡീഷണലി ആഡ് ചെയ്ത് വെക്കുക. അങ്ങനെ ആ ഒരു അഡീഷണലി കാര്യങ്ങൾ നമ്മൾ എഴുതിയതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കവിതകളിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നോക്കണം. ഓക്കെ, പലരും നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് മനസ്സിലാക്കിയെടുക്കുക, ആ ഒരു കവിത അങ്ങനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അത് കവിതയും അതുപോലെ തന്നെ കവിയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആശയം എഴുതാനാണ് ചോദിച്ചതെങ്കിൽ ആ കവിത അങ്ങനെ എടുത്ത് എഴുതിയിട്ടൊരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ കവിത മനസ്സിലാക്കിയിട്ട് കവിതയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ അംശം ആ ഒരു ഭാഗം എടുത്ത് അതിൻ്റെ ആശയം നിങ്ങൾ കറക്റ്റായിട്ട് എഴുതാൻ പഠിക്കണം. ഓക്കെ, അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അങ്ങനെയാണ് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്ത് നമുക്ക് എഴുതേണ്ട അതിൻ്റെ ലാസ്റ്റ് പോയിൻ്റായിട്ട് ഈ ഒരു കവിതയിൽ എന്തെങ്കിലും സന്ദേശം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കണം. എന്തെങ്കിലും ഒരു സന്ദേശം ഉണ്ടെങ്കിൽ ആ സന്ദേശത്തിനെ ബേസ് ചെയ്തുകൊണ്ട് 2-3 പോയിൻറ്റ്സ് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ, അത്രയാണ് ആ ഒരു ആശയം എഴുതുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ചാപ്റ്ററിൻ്റെ പേര്, ലേഖകൻ്റെ പേര്, അതുപോലെ തന്നെ എന്തിനെ പറ്റിയിട്ടാണ് എഴുതാൻ പറഞ്ഞിരിക്കണമെങ്കിൽ അതിനെ പറ്റിയിട്ട് എഴുതി വയ്ക്കുക. പിന്നെ ആ ഒരു ലേഖകൻ്റെ എന്തെങ്കിലും പുരസ്കാരങ്ങളോ കൃതികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. ലാസ്റ്റ് ആ ഒരു പാഠഭാഗത്തിൻ്റെ അംശത്തിൻ്റെ സന്ദേശം അല്ലെങ്കിൽ ആ ഒരു പാഠഭാഗത്തിൽ എന്താണ് ലേഖകൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം കൂടെ അതിൽ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആശയം ക്ലിയർ ആവും. ഫുൾ മാർക്ക് നമുക്ക് അവിടെ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യനാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ബാക്ക് പേജിൽ കൊടുത്തിരിക്കുന്നത്. പ്രതീക് അതുപോലെ തന്നെ പ്രാതിനിധിത്വ കർത്തഹ്യം. ആ ഒരു ലഘുമാനവ് കൊടുത്തിട്ടുണ്ട്. അതെന്തുമായിട്ട് കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അഭിമന്യു എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി പറയുന്നത്. ഓക്കെ, അതായത് നമ്മളെ ടൂട്ടാപഹിയ എന്ന് പറയുന്ന ആ ഒരു പൊട്ടിയ ചക്രം ലഘുമാനവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, അഭിമന്യു എന്ന് പറയുന്നത് ഉച്ചമാനവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ചക്രവ്യൂഹം എന്ന് പറയുമ്പോൾ ആധുനിക കാൽക്കി സമസ്യയും ഇന്നത്തെ ഒരുപാട് സമസ്യ മീൻസ് എന്താണ്, പ്രോബ്ലംസിനെയാണ് പറയുന്നത് കേട്ടോ. മഹാരഥി എന്ന് പറയുമ്പോൾ എന്താണ്, വിപക്ഷി ദളാണ്, അതായത് ഓപ്പോസിഷൻ പാർട്ടി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിനെയാണ് നമ്മൾ വിപക്ഷി ദൾ എന്ന് പറയുന്നത്. ബ്രഹ്മാസ്ത്രം എന്ന് പറയുമ്പോൾ ശക്തിശാലി ഹത്തിയാർ എന്ന് പറയുന്നത്, അതായത് അത്രയും ശക്തിയുള്ള ഒരു വെപ്പണായിട്ടാണ് ബ്രഹ്മാസ്ത്രത്തിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം മെരുതുക്ക ടൂട്ടാ പഹിയാഹു മുജെ ഫേങ്കോ മത്തെന്ന് പറയുന്നുണ്ട്. ഞാൻ രഥത്തിൻ്റെ പൊട്ടിയ ചക്രമാണ്, എന്നെ വലിച്ചെറിയരുതെന്ന് പറയുന്നു. ബഡേ ബഡേ മഹാരഥി, വലിയ വലിയ മഹാരഥന്മാർ അപ്പനെ ബ്രഹ്മാസ്ത്രം സേ ലോഹാലേ സക്ത, അതായത് ആ ബ്രഹ്മാസ്ത്രങ്ങൾ കൊണ്ട് കുജൽ ദേന ചാഹേത്, അപ്പോൾ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മാസ്ത്രങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ബ്രഹ്മാസ്ത്രം എന്നുള്ളത് ആ ഒരു വലിയ മഹാരഥന്മാരുടെ അധികാരങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ സമൂഹവുമായി ബന്ധപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ വലിയ വലിയ ആൾക്കാർ അവരവരുടെ അധികാരങ്ങൾ കൊണ്ട് സാധാരണ ജനങ്ങളെ ചവിട്ടി മെതിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് സാധാരണ ജനങ്ങളുടെ കയ്യിലുള്ള പൊട്ടിയ ചക്രം കൊണ്ട് അധികാരികൾക്കെതിരെ ഫൈറ്റ് ചെയ്യും എന്നൊരു കൺസെപ്റ്റ് കൂടെ ഇവിടെ ആ ലേഖകൻ ഇൻഡയറക്റ്റ്ലി പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഏകദേശം ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കേണ്ടത്. പിന്നെ ഇതിൽ വരുന്ന പോയിൻറ്റഡ് ആയിട്ടുള്ള നോട്ടുകൾ, അതായത് 1, 2, 3, 4 പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് അവിടെ എഴുതി വയ്ക്കാൻ പറ്റുന്ന കുറച്ച് നോട്ട്സിൻ്റെ കാര്യങ്ങൾ ഗ്രൂപ്പിൽ നമ്മൾ ആ പോയിൻറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ നോട്ടിന് വറീഡ് ആവേണ്ട. നോട്ട് ഓൾറെഡി ഞാൻ കുറച്ച് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്കത് ആ നോട്ട്സ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠിച്ച് വയ്ക്കുക, പറയുന്ന കാര്യങ്ങൾ പക്കയായിട്ട് പഠിക്കുക. ഓക്കെ, നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കത് എന്ത് ചെയ്യാം, ക്ലിയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ആർക്കെങ്കിലും വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്.